ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഈദ് മുബാറക്. ഇന്ന് നമുക്ക് വലിയ പെരുന്നാളാണ് അല്ലേ? നമ്മൾ ഈ സെഷന് കണ്ടിന്യൂഷൻ ഒരു ബ്ലോക്ക് വരുത്തുണ്ടല്ലോ എന്ന് കരുതി എന്തായാലും വെക്കാന്ന് കരുതിയതാണ്. ആളുകൾ കുറവായിരിക്കും എന്നറിയാം, എന്നാലും നമ്മളിങ്ങനെ കറക്റ്റ് ഡയലി ചെയ്തു പോകുന്ന ഒരു സംഭവം വെറുതെ അതിൽ ബ്ലോക്ക് വരുത്തേണ്ടല്ലോ. 35 വീക്സ് ആയി കണ്ടക്ട് ചെയ്യുന്നതല്ലേ, എന്നെ കണ്ടക്ട് ചെയ്താണ് കേട്ടോ. എന്തായാലും നമുക്ക് നല്ല അടിപൊളി സെഷൻ തന്നെ ആയിരിക്കും. ഇന്ന് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും പറയുന്നില്ല, വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എന്തായാലും അഫ്സൽസിൽ അടിപൊളി ടോപ്പിക് തന്നെയാണ് എടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മൾ പല ഡെഫിനേഷൻസും കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ ലവ് എന്നില്ലേ, സ്നേഹം എന്നില്ലേ. ഇത് പലരും അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും, അതല്ലെങ്കിൽ ക്രിയേറ്റർ എടുത്തുന്നില്ല സ്നേഹം, നമുക്ക് മറ്റുള്ളവരെ എടുത്തുന്നില്ല സ്നേഹം. ഇനി ഞാൻ കുറെ അതിൽ കഥ പറയുന്നില്ല, നമുക്കിന്ന് കുറച്ച് സമയം മാത്രമേ സെഷൻ ഉണ്ടാവുള്ളൂ ട്ടാ. എല്ലാരെയും മാനിച്ചുകൊണ്ട് എന്തായാലും മക്കൾക്ക് തന്നെ ഓവർകം വെൽക്കം ചെയ്യാനോ വെൽക്കം ചെയ്യും. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ പെരുന്നാളൊക്കെ ആയതുകൊണ്ട്. എന്നാലും താങ്ക് യു ഫോർ ജോയിനിങ്. ഒക്കെയാണോ ജോയിൻ ചെയ്തിട്ടുള്ളത്, താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ ടോപ്പിക് വെച്ചിരുന്നത് ഡെഫിനിഷൻ ഓഫ് ലവ് ഫ്രം വേരിയസ് പെർസ്പെക്റ്റീവ്സ് ആയിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്ന് സ്നേഹത്തെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ടോപ്പിക്കിലായിരുന്നു നമ്മൾ ഇന്നത്തെ ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ, ഇന്നിപ്പം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഇന്ന് നമ്മളിപ്പം ഉദിയത്ത് അറക്കുക അല്ലെങ്കിൽ അറവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ, നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, പ്രോഫറ്റ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു സാക്രിഫൈസിന്റെ ഭാഗമായിട്ടാണ്. ഡിവൈൻ ലവ് എത്രത്തോളം സ്വന്തം മകനെ പോലും ബലി നൽകാൻ തയ്യാറായതിന്റെ, അത് ഒഴിവാക്കി കൊടുത്തിട്ട് ഒരു മൃഗത്തെ ബലി അർപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തതിന്റെ ഒരു നമ്മളത് ആഘോഷിക്കുകയും കൂടിയാണ് ശരിക്കും. ആ സാക്രിഫൈസ് നമ്മൾക്കും കൂടി, ആ നബി നമ്മൾക്ക് വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു സാക്രിഫൈസ് നമ്മളും കൂടി ഒന്ന് വിലയിരുത്താനും അതേപോലെ നമ്മൾ മനസ്സിലാക്കാനും കൂടിയാണ്. ആ ഒരു ഡിവൈൻ ലവിന് വേണ്ടിയിട്ട് എത്രത്തോളം, ദൈവസ്നേഹത്തിന് വേണ്ടി എത്രത്തോളം മനുഷ്യന്മാരെ അർപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരിക ഇപ്പം കുടുംബ സ്നേഹം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടുള്ള സ്നേഹം, ഭാര്യനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള മറ്റുള്ള മനുഷ്യന്മാരോടുള്ള സ്നേഹം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിനോടുള്ള സ്നേഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമ്മൾ 4 പേഴ്സ്പെക്റ്റീവിൽ ശരിക്കും നമുക്ക് സ്നേഹത്തെ നോക്കിക്കാണാവുന്നതാണ്. അതിലോട്ട് ഒന്നാണ് ഫിലോസഫിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഫിലോസഫിക്കൽ ലവ് എന്ന് പറയും. രണ്ടാമത്തത് സൈക്കോളജിക്കൽ ലവ്, മൂന്നാമത്തത് സയന്റിഫിക് ലവ്, നാലാമത്തതാണ് സ്പിരിച്വൽ ലവ്. ഞാനിപ്പോ ഇങ്ങനെ അതൊരു തിയറിറ്റിക്കൽ മോഡിൽ പോകുന്നതിന് പകരം എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരിക്കില്ല. അപ്പൊ ഒരു കഥയിലൂടെ ഇന്ന് ഒരു ഈ 4 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് കണക്ട് ചെയ്ത് പോവാന്ന് വിചാരിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിച്ച് കൊണ്ടുപോകില്ല, കാരണം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തിരക്കുള്ള സമയമായിരിക്കും എന്നറിയാം. അപ്പൊ ഇത് ഞാനിപ്പോ പറയാൻ പോകുന്ന കഥ, റൂമി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, റൂമി ഒരു സൂഫി വര്യനാണ്. അവരുടെ ബുക്ക് ഉണ്ട്, മസ്നവി എന്ന് പറഞ്ഞിട്ട്. മിസ്സിനെ വായിച്ചിട്ടുണ്ടോ അത്? അല്ലല്ലോ, ആരെങ്കിലും വായിച്ചതുണ്ടോ? മസ്നവി വായിച്ച ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ, ഏതായാലും അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, മസ്നവി എന്നാണ് അതിന്റെ പേര്. അപ്പം അതിൽ പറയുന്ന ഒരു കഥ ഉണ്ട്, ഒരു രാജാവിന്റെ കഥ ഉണ്ട് അതിൽ. നല്ല രസമാണ്. ഞാൻ അതിങ്ങനെ വായിച്ചപ്പോ, ഞാൻ കുറച്ച് മുന്നേ വായിച്ചാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെ തോന്നി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള കഥ പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. നമ്മളിപ്പം ഇബ്രാഹിം നബീന്റെ കഥ ഇപ്പൊ പറഞ്ഞ പോലെ മറ്റൊരു കഥയാണ് അത്. മീൻസ് ആ രീതിയിലുള്ള, അല്ലെ വേറൊരു ടൈപ്പ് ഓഫ്, നമുക്ക് പല പെർസ്പെക്റ്റീവുകൾ മനസ്സിലാക്കാനുള്ള ഒരു കഥയാണ്. അപ്പോ അതില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് മീൻസ് അത്യാവശ്യം നല്ല വെൽത്തിയർ ആണ്, നല്ല ബുദ്ധിമാനും അതേപോലെ സമ്പത്ത് കൊണ്ടും ഒരുപാട് ഉയർച്ചയിലുള്ള രാജാവായിരുന്നു. അങ്ങനെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേട്ടയ്ക്ക് പോവാറുണ്ടായിരുന്നു. ഇങ്ങനെ പരിവാരങ്ങളെ കൂട്ടി, അവരുടെ സോൾജേഴ്സിനെയും കൂട്ടിയിട്ട് വേട്ടയ്ക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇറങ്ങും. അപ്പോൾ ആ സമയത്ത് അവര് എന്താ കാട്ടിലൂടെയും മരുഭൂമിയിലൂടെയും അതേപോലെ തുടങ്ങിയിട്ടുള്ള മലകളിലൂടെയും ഒക്കെ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കല് ഈ രാജാവ് അങ്ങനെ യാത്രകൾ പോകുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ എത്തിപ്പെടുകയാണ്. ഗ്രാമത്തില് പെട്ടെന്നൊരു പെൺകുട്ടിനെ കണ്ട്, ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പൊ എന്തോ അറിയാതെ, നമ്മള് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയൂലേ, അതേപോലെ
ആ പാവപ്പെട്ട പെൺകുട്ടിയോട് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം തോന്നുകയാണ് രാജാവിന്. രാജാവ് ഒരുപാട് ഉയർച്ചയിലുള്ള ആളാണ്, പക്ഷെ ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു പെൺകുട്ടിനെ കണ്ടപ്പോ എന്തോ ഉള്ളില് അതെനിക്ക് എന്റെ ജീവിത പങ്കാളിയാണെന്നൊക്കെ അത് പെട്ടെന്ന് തോന്നുക. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്ന അല്ല കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ആ ഇത് തന്നെ എന്റെ ആളെന്ന് തോന്നല്ലേ ചില സമയത്ത്. ആ രീതിയിലുള്ള ഒരു തോന്നൽ, മീൻസ് അത് ഈ വേറെ മോശമായിട്ട് ഇന്റൻഷനിൽ വരുന്നത് നല്ല രീതിയിൽ തന്നെ കേട്ടോ ഫീൽ ചെയ്തത്. എന്റെ പത്നിയാക്കി മാറ്റണം എന്നുള്ള ഫീലോട് കൂടി തന്നെയാണ് രാജാവിന് ആ ഒരു ചിന്ത വന്നത്. അപ്പൊ രാജാവ് എന്ത് ചെയ്തെന്ന് വെച്ചാല് ആ കുട്ടിനെ കുറിച്ച് അന്വേഷിച്ച് അവരുടെ വീട്ടിലൊക്കെ പോയി സംസാരിച്ച്, മീൻസ് പെട്ടെന്ന് തന്നെ അധിക സമയം എടുക്കാതെ തന്നെ ശരിക്ക് അവരുടെ വിവാഹവും കഴിഞ്ഞു. മീൻസ് രാജാവല്ല ചോദിക്കുന്നത്, അങ്ങനെ ചോദിച്ച സമയത്ത് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആ പാവപ്പെട്ട മറ്റേ ഗ്രാമത്തിലുള്ള കുട്ടി അങ്ങനെ ആ കൊട്ടാരത്തിലെ രാജ്ഞിയായിട്ട് മാറുകയാണ്. അതും ചെറിയ സമയം കൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ പക്ഷെ വേറൊരു സംഭവിച്ചത് എന്താ വെച്ചാൽ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കന്നെ ഈ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ലേഡിക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്, രാജ്ഞിക്ക് പെട്ടെന്ന് അസുഖം വരാൻ തുടങ്ങി. ഒരു അസുഖം വന്നു മീൻസ് ആള് എന്താ പറയാ, ആ ശരീരമൊക്കെ ആകെ ശോഷിച്ച് എന്താണ് അസുഖം എന്നിട്ട് മനസ്സിലാവുന്നില്ല. ഭയങ്കര ആകെ ടയേർഡായിപ്പോയി ആള്. അങ്ങനെ രാജാവ് ആകെ വിഷമിച്ച് മീൻസ് രാജാവ് അത്രയും ആഗ്രഹിച്ച ഒരു സ്വന്തം ജീവിത പങ്കാളിയായിട്ട് കൊണ്ടുവന്ന ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്നു പറഞ്ഞപ്പോൾ രാജാവ് ആകെ ലെവല് തെറ്റിയ പോലെ ആയിപ്പോയി. അത് രാജാവ് അത്രയും അഡിക്ഷൻ പോലെ ആയിപ്പോയി. ചെറിയ സമയം കൊണ്ട് തന്നെ അത്രയും എന്തോ ഒരു ഇഷ്ടമായിട്ട് കയറിപ്പോയി. അങ്ങനെ എന്താ രാജാവ് ഒരു വിളംബരം നടത്തി. വിളംബരം മീൻസ് ഒരു അനൗൺസ്മെന്റ് കൊണ്ടുവന്നത് പറഞ്ഞു, ആർക്ക് ഏത് രാജ്യത്തുള്ള വൈദ്യന്മാരാണെങ്കിലും എന്റെ ഭാര്യയുടെ അസുഖം മാറ്റി കൊടുക്കുന്നവർക്ക് വലിയ സമ്പത്ത് മീൻസ് നമുക്കിപ്പോ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു ഒരു നമുക്കൊരു ഏകദേശം ഒരു 50 ലക്ഷം കൊടുക്കാം. രാജാവിന് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട്. അപ്പൊ അതിൽ വേറൊരു എമൗണ്ട് പരമായിട്ടല്ല പറയുന്നത്, വലിയ സമ്പത്ത് എന്നുള്ള രീതിയിൽ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്താണ്. അപ്പൊ വലിയൊരു സമ്പത്ത് ഓഫർ ചെയ്യാണ് എന്ത്, തന്റെ ഭാര്യയുടെ അസുഖം മാറ്റി കൊടുക്കുന്നവർക്ക് ഈ സമ്പത്ത് മ്യൂട്ട് ചെയ്യണേ, വലിയ സമ്പത്ത് ഓഫർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വൈദ്യന്മാര് വരികയാണ് ആ നാട്ടിലൂടെയുള്ള അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ നേടിയിട്ടുള്ള വൈദ്യന്മാര് വരികയാണ്. വൈദ്യന്മാര് പറയുന്നത്, രാജാവെ ഞങ്ങള് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറ്റിത്തരാം, ഞങ്ങൾക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങളെ കുറിച്ചും അറിവുള്ള ആളുകളാണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ അതിൽ അവരൊരു മാറ്റിത്തരാം എന്ന് പറയുന്ന സമയത്ത് ഒരു ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഷാല്ലാ എന്നൊക്കെ പറയില്ലേ, ഇഫ് ഗോഡ് വിൽസ് എന്നൊക്കെ പറയല്ലോ, ആ രീതിയിലൊന്നല്ല, ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു ആ വൈദ്യന്മാർ പറഞ്ഞത് എന്ത്, ഞങ്ങൾ മാറ്റിത്തരാം, ഇതൊക്കെ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഞങ്ങൾ ഏത് അസുഖവും മാറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാൽ അവർക്ക് അറിയുന്ന, അവര് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറയും, ഓരോരുത്തരെ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഗ്രൂപ്പായിട്ട് ചിന്തിച്ച് അവര് ഡിസ്കസ് ചെയ്തിട്ട് ചില മരുന്നുകളൊക്കെ കണ്ടെത്തുകയും അത് കൊടുത്തു നോക്കുകയും, പക്ഷെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഓരോ മരുന്ന് കുടിക്കുമ്പോഴും ഈ രാജ്ഞിന്റെ അസുഖം ഇങ്ങനെ മൂർച്ഛിച്ച് മുന്നോട്ട് പോവാണ്, മീൻസ് ഭേദമാവുന്നത് കാണുന്നില്ല. അങ്ങനെ രാജാവ് ആകെ വിഷമത്തിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. എന്താ രാജാവിന് ഒരു കാര്യം മനസ്സിലായി, ഏത് അസുഖവും മാറ്റുന്നത് ശരിക്കും വലിയ ഡോക്ടർമാരോ വലിയ വൈദ്യന്മാരോ ഒന്നുമല്ല, ദൈവം വിചാരിച്ചാൽ, പടച്ചോൻ വിചാരിച്ചാൽ അത് എളുപ്പമുള്ള കാര്യമാണ്, രാജാവിനും അറിയുന്ന കാര്യമാണ്. അങ്ങനെ രാജാവ് എന്ത് ചെയ്യാണ്, ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു പ്രയർ പ്ലേസിൽ പോയിട്ട് ഉള്ളൊരുക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഭാര്യയുടെ അസുഖങ്ങൾ മാറ്റിത്തരണേ എന്നുള്ള രീതിയിൽ. നിങ്ങൾ വിചാരിച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ദൈവത്തിന് മാറ്റിത്തരാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് അപ്പം ഒരു സമാധാനം കിട്ടിയത്, ആൾക്കൊരു വിശ്വാസം വന്നു തുടങ്ങി. ദാറ്റ് മീൻസ് ഈ അസുഖം മാറും, എങ്ങനെങ്കിലും മാറും, എന്റെ ദൈവം മാറ്റിത്തരും എന്നുള്ള ഒരു വിശ്വാസം വരാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട്
ആ രാജാവിന്റെ അസിസ്റ്റന്റുകൾ അല്ലെങ്കിൽ പ്രജകളോ അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറൊരു വൈദ്യനെ കുറിച്ച്, ഒരു മഹാവൈദ്യനെ കുറിച്ചൊരു അറിവ് കിട്ടുന്നത്. അപ്പൊ ആ മഹാവൈദ്യനെ കുറിച്ച് അറിവ് കിട്ടിയ സമയത്ത് ഇവർ കഴിയുന്നതും പെട്ടെന്ന് തന്നെ വൈദ്യനെ കൊട്ടാരത്തിൽ എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് വൈദ്യൻ എന്താ സംഭവിച്ചാല് വെറും മരുന്നുകളെ കുറിച്ച് മാത്രം അറിവുള്ള വൈദ്യനല്ലായിരുന്നു. ദാറ്റ് മീൻസ് ഒരാൾക്ക് അസുഖങ്ങൾ വരാൻ പല കാരണങ്ങൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് നമ്മൾ ഹൃദയത്തിൽ ബാധിച്ചിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് എടുത്തു ഒഴിവാക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിനെ കുറിച്ചൊക്കെ ചില ക്ലാസ്സുകളിൽ പറയാറില്ലേ, നമ്മൾ മനസ്സിൽ ഒരു അസുഖം മാറൂല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് മരുന്ന് കുടിച്ചാലും മാറൂല എന്ന് പറയില്ല. അതേപോലെ ചില ദുഃഖങ്ങൾ നമ്മളെ എല്ലാ മനുഷ്യന്മാർക്കും പല രീതിയിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത് ശരിക്കും നമ്മൾക്കൊരു മുള്ള് ദേഹത്തിൽ തറച്ചു കഴിഞ്ഞാൽ തന്നെ അത് പറിച്ചെടുക്കാൻ തന്നെ നമ്മൾ കുറച്ച് പണി എടുക്കാറില്ല. ദാറ്റ് മീൻസ് അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. കുറച്ച് ഉള്ളിലേക്ക് കയറി മുള്ളാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് നല്ല ശ്രദ്ധിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹൃദയത്തിൽ തറച്ചിട്ടുള്ള മുള്ളുകൾ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയുന്ന ഒരു മഹാവൈദ്യനായിരുന്നു ആള്. അപ്പൊ ആള് വന്നു, മറ്റുള്ള വൈദ്യന്മാരൊക്കെ പിരിച്ചു വിട്ടു. അപ്പൊ ആള് വന്ന് ആദ്യം തന്നെ ചെയ്തത് എന്താ വെച്ചാല് ഫസ്റ്റ് ഈ അസുഖങ്ങൾ കാര്യം കുറിച്ചൊന്ന് ചോദിച്ചറിഞ്ഞു, എന്തൊക്കെ മരുന്നുകളാണ് ഇതുവരെ കൊടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പതിയെ ആ മഹാവൈദ്യൻ എന്ത് ചെയ്തു, ഈ രാജ്ഞിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ രാജാവുണ്ട്, ഇപ്പം മെല്ലെ മെല്ലെ കാര്യങ്ങൾ എന്തെങ്കിലും ആൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ ജീവിതത്തിൽ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചറിയാൻ തുടങ്ങി. മീൻസ് ഇത് ആൾക്ക് മനസ്സിലായി, ഇത് മരുന്ന് കൊണ്ട് മാറാത്ത പ്രശ്നമല്ല, മനസ്സിൽ എന്തോ അപാരമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്നതിലുള്ള ആ തളർച്ചയാണെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. അങ്ങനെ ആള് സംസാരിച്ച് ഇങ്ങനെ ചെറുപ്പത്തിലുള്ള കഥകളെ കുറിച്ചൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം രാജാവ് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ, ഓരോ ഇപ്പം ഫാമിലിന്റെ കാര്യങ്ങളും. അപ്പൊ എന്ത് സംസാരിക്കുമ്പോഴും ആ മഹാവൈദ്യൻ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എവിടെയാണ് ആ വിഷമം, മുഖത്ത് എന്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് വിഷമം വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷത്തിലും. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് പല ആളുകളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് മെല്ലെ മെല്ലെ. അങ്ങനെയാണ് ആ സംസാരത്തിനിടയിൽ ഒരു കച്ചവടക്കാരനെ കുറിച്ച് പറയുന്നത്. ആ കച്ചവടക്കാരനെ കുറിച്ച് സംസാരിച്ചു, അതൊരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു, സ്വർണത്തിന്റെ പണിയൊക്കെ എടുക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്തോ മുഖത്തുള്ള നമ്മൾ ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും വിഷമിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു വിഷമവും അതേപോലെ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ചേഞ്ച് ആവുമല്ലോ. അങ്ങനെ ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ ഈ മഹാവൈദ്യൻ കണ്ട സമയത്ത് മഹാവൈദ്യൻ മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒന്നും കൂടെ നല്ല വിനയത്തോടു കൂടെ നല്ല രീതിയിൽ ആ ലേഡിനോട് രാജ്ഞിനോട് ചോദിച്ച സമയത്ത് രാജ്ഞി പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു, ഇങ്ങനെ ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അപ്പം പെട്ടെന്നാണ് ഇങ്ങനെ ഒരു രാജാവ് വിവാഹാഭ്യർത്ഥനയായിട്ട് വരുന്നതും ഇങ്ങനെ കല്യാണം കഴിച്ചു വരുന്നതും ഒക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനോട് ഈ വിവരം മനസ്സിലായല്ലോ മഹാവൈദ്യന് പെട്ടെന്ന് തന്നെ രാജാവിനോട് വിവരം അറിയിക്കുകയാണ്. രാജാവ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനത്തെ ഒരാളുണ്ട്, അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്, ആളുമായിട്ടുള്ള ഇഷ്ടം പെട്ടെന്ന് വിട്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, ആ ദുഃഖം കൊണ്ടാണ് ഈ രാജ്ഞി ഇങ്ങനെ തളർന്നു പോയത് എന്നുള്ളത് രാജാവിനോട് പറയും. അപ്പൊ രാജാവ് പറയും, എന്ത് കൊടുത്തിട്ടാണെങ്കിലും, എത്ര പണവും അത് സ്വർണവും വെള്ളിയും പണവും കൊടുത്തിട്ടാണെങ്കിലും ആ സ്വർണ്ണപ്പണിക്കാരനെ ആ കൊട്ടാരത്തിലേക്ക് എത്തിക്കണം എന്ന് പറയും. അപ്പോൾ അപ്പം സോൾജേഴ്സ് അവരുടെ അസിസ്റ്റന്റുകൾ പറഞ്ഞേക്കും. അങ്ങനെ രണ്ടാളുകൾ പോവും. അങ്ങനെ ഈ ആളെ തെരഞ്ഞു കണ്ട് ഈജിപ്തിലുള്ള ഒരാളാണ്. അങ്ങനെ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഈ സ്വർണ്ണപ്പണിക്കാരനെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ സ്വർണ്ണപ്പണിക്കാരനോട് ഇങ്ങനെ പറയൂ, നിങ്ങൾക്ക് രാജാവ് നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വലിയ സ്വർണത്തിന്റെ നല്ല നല്ല വർക്കുകൾ അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വർണ്ണപ്പണിയിൽ ചെയ്തിട്ടുണ്ടെന്ന്, നിങ്ങളുടെ ജോലി ഒരുപാട് ഫേമസ് ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് പറയാണ്,
നിങ്ങളെ കൊട്ടാരത്തിലേക്ക് സ്വർണത്തിന്റെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് വലിയ നല്ല എന്താണ് പാദസരങ്ങളും ആഭരണങ്ങളും അതേപോലെ പാത്രങ്ങളും സ്വർണം കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് രാജാവ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവർക്ക് സ്വർണവും അതേപോലെ കുറച്ച് വെള്ളിയും പൈസയൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പം പെട്ടെന്ന് പൊതുവെ മനുഷ്യന്മാർക്കുള്ളതാണല്ലോ ഈ പൈസ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോവാനുള്ള ഒരു ത്വര ഒരു ഒരു ആഗ്രഹം എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണല്ലോ. അപ്പൊ അതിങ്ങനെ കണ്ട സമയത്ത് ഈ സ്വർണ്ണപ്പണിക്കാരൻ ഇവരൊക്കെ പോലെ ആണെങ്കിൽ ഇനിയും ഒരുപാട് സമ്പത്ത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമല്ലോ, എന്നെ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരു രാജാവ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ എനിക്ക് ഇത്രയും കൂടുതൽ പണവും പണ്ടവും കാര്യങ്ങളൊക്കെ തന്നത്. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് പോവാണ്. അപ്പൊ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്തും ആ സ്വർണ്ണപ്പണിക്കാരന് അറിയില്ല അവരുടെ മരണത്തിലേക്കാണ് പോകുന്നത്. മീൻസ് കാരണം ഒരിക്കലും ഇവരെ കൊണ്ടുപോയിട്ട് ഭാര്യയാക്കി അവിടെ താമസിപ്പിക്കുകയും ജീവിപ്പിക്കുകയും അല്ലല്ലോ ചെയ്യാം. പക്ഷെ ആ വൈദ്യൻ മഹാവൈദ്യൻ എന്താ പറയുന്നത് വെച്ചാല് അവിടേക്ക് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലേക്ക് എത്തിയ സമയത്ത് ഭയങ്കര പരിഗണനയും ഭയങ്കര വലിയ കൊട്ടാര ഇത്രയും അടിപൊളി റൂമും സൗകര്യങ്ങളും ഭക്ഷണവും അവരെ ശുശ്രൂഷിക്കാനായിട്ട് കുറെ ആൾക്കാരും എല്ലാം കൊടുത്ത് നോക്കിക്കൊണ്ടെടുക്കാണ്. അപ്പൊ ആ സമയത്താണ് മെല്ലെ മെല്ലെ വൈദ്യം പറയും ഇനി കുറച്ച് സമയം കുറച്ചു കാലം ഈ സ്വർണ്ണപ്പണിക്കാരന് നമ്മളുടെ ഈ രാജ്ഞിന്റെ കൂടെ താമസിക്കട്ടെ, അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് ദിവസവും ഒന്ന് കാണുന്ന രീതിയിൽ അവര് തമ്മിലൊന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണം എന്ന് പറയും. അങ്ങനെ മെല്ലെ മെല്ലെ ഇവര് സംസാരിച്ചു തുടങ്ങും. അപ്പൊ ഈ കണ്ട സമയത്ത് തന്നെ നല്ല രീതിയിൽ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ സ്വർണ്ണപ്പണിക്കാരൻ ആ രാജ്ഞി കാണുന്നത്. അപ്പൊ മെല്ലെ മെല്ലെ രാജ്ഞിന്റെ അസുഖങ്ങൾ ഇങ്ങനെ ഈ മരുന്നുകൾ കൊടുക്കുന്നത് ഫലിക്കാൻ തുടങ്ങും. അപ്പോൾ മെല്ലെ മെല്ലെ ആ അസുഖങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഒരു 5-6 മാസമൊക്കെ ഒരുമിച്ച് ഇവരിങ്ങനെ താമസിക്കുന്ന സമയത്ത് ആ രാജ്ഞി ടോട്ടലി നല്ല ഹെൽത്തിയർ ആയിട്ട് മാറുന്നത്, നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും. കാരണം ആ മാനസികമായിട്ടുള്ള തളർച്ചയിൽ നിന്നുള്ള വിഷയമായിരുന്നല്ലോ എല്ലാ അസുഖത്തിന്റെയും കാരണം. അപ്പൊ ആ മാനസികമായിട്ടുള്ള തളർച്ച മാറി ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഹോപ്പോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ ആ രാജ്ഞിന്റെ ആരോഗ്യം ഫുള്ള് വീണ്ടെടുക്കാൻ പറ്റുകയാണ്. ഇപ്പൊ എന്താണ് വൈദ്യനും മനസ്സിലാവും രാജാവിനും മനസ്സിലാവും എന്ത് രാജ്ഞിന്റെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്, ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ആള്. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് വൈദ്യനും രാജാവും കൂടെ ഒരു കേൾക്കണില്ലല്ലോ. പെട്ടെന്ന് കേൾക്കാതായല്ലോ. അപ്പോ ഇല്ല ഇല്ല എപ്പോഴും കേൾക്കണില്ല. ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഓക്കെ ഓക്കെയാ? ഓക്കെ തെറ്റ്. എവിടാ കട്ടായത്? ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞു കൊണ്ടുവരികയാണ്, എല്ലാവരും വിചാരിക്കും ഇത് എന്താ സംഭവം, കഥാപ്രസംഗാണോന്ന്. ഇല്ല, ലാസ്റ്റ് രാജാവിനെ അതായത് കാണല് തുടങ്ങിയാണ്. സോറി, ആള് സ്വർണ്ണപ്പണിക്കാരനോട് എത്തിയില്ലേ, അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്തി അവിടുന്ന് കഴിഞ്ഞു അതിന് ശേഷം. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ആ സ്വർണ്ണപ്പണിക്കാരനും രാജ്ഞിയും തമ്മിൽ ഒരുമിച്ച് കുറച്ചു കാലം കഴിയാൻ സമ്മതിച്ചതിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു 5-6 മാസമൊക്കെ ഇവര് ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഒരുമിച്ച് ജീവിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് ഇടപഴകാനും അവർക്ക് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കാന്ന് അറിയില്ല. മീൻസ് എങ്ങനെങ്കിലും ആ രാജ്ഞിന്റെ ആരോഗ്യം ഒന്ന് വീണ്ടെടുക്കുക എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ 6 മാസത്തോളം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ച സമയത്ത് മെല്ലെ മെല്ലെ ആ രാജ്ഞിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുകയാണ്. മീൻസ് ആള് മാനസികമായിട്ട് തളർന്നു പോയ ആ സാഹചര്യത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടം മനസ്സിൽ അത്രയും ഇഷ്ടം ഉണ്ടായിരുന്ന ആള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ആളുടെ ആ ഒരു ദുഃഖം കൊണ്ട് വന്നിരുന്ന എല്ലാ വേദനകളും ഒഴിവായി പോവുകയും അതേപോലെ ആൾക്ക് നല്ല ആരോഗ്യം വീണ്ടെടുക്കാനും പറ്റി. അപ്പോ ആ സമയത്ത് രാജാവിനും അതേപോലെ മഹാവൈദ്യനും മനസ്സിലായി രാജ്ഞിന്റെ ഹെൽത്ത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ രാജ്ഞിനെ ആ സ്വർണ്ണപ്പണിക്കാരിൽ നിന്ന് വിട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്ത് അറിയോ ഇവര് ഒരു പോയിസൺ അല്ലെങ്കിൽ ഒരു വിഷം കലർന്നിട്ടുള്ള വെള്ളം ഈ
സ്വർണ്ണപ്പണിക്കാരന് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് അത് കുടിച്ചു കഴിഞ്ഞാൽ മഹാരോഗങ്ങൾ വരികയും അത് ആള് മൊത്തം ശോഷിച്ച് അത്രയും ക്ഷീണിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇവരതിനെ കുറിച്ചൊന്നും അറിയാതെ ആ സ്വർണ്ണപ്പണിക്കാരൻ അത് കുടിക്കുകയാണ്. ആ വെള്ളം കുടിച്ചതോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ 1-2 ദിവസം ആയപ്പോഴേക്ക് തന്നെ ഇവരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനങ്ങനെ ഒരു പെട്ടെന്നൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അധികം മരുന്ന് എത്തിയിട്ടില്ലാത്ത ഒരു അസുഖമായിരുന്നു. ദാറ്റ് മീൻസ് അതിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് ഒരു 10-15 ദിവസമൊക്കെ ആയപ്പോഴേക്ക് തന്നെ ആളുടെ മുഖമൊക്കെ ഇങ്ങനെ ശോഷിച്ച് കാണാൻ ഒരു ഭംഗിയോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു മനുഷ്യനായി മാറാൻ തുടങ്ങി. അപ്പൊ അതിങ്ങനെ ഓരോ ദിവസവും ഈ അസുഖങ്ങൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇയാളുടെ കാണാനുള്ള ഭംഗിയും അതേപോലെ സംസാരിക്കാനുള്ള കഴിവും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു പോവാണ്. അപ്പൊ ഇതിങ്ങനെ സംഭവിച്ച സമയത്ത് രാജ്ഞിക്ക് തോന്നി എന്താ പറ്റിയത്. ആദ്യമൊക്കെ രാജ്ഞി കുറെയൊക്കെ പിടിച്ചു, പിന്നെ ഇങ്ങനെ രാജ്ഞിക്ക് തോന്നി ഇത് ഇയാളപ്പോ ഞാൻ മുന്നോട്ട് ലൈഫിലൊരു ജീവിത പങ്കാളിയാക്കാനൊന്നും എനിക്ക്, ഞാൻ ഓൾറെഡി ഒരു രാജാവിന്റെ പത്നിയാണ്, അപ്പൊ ഒരു ജീവിത പങ്കാളി നോക്കാൻ ഇപ്പൊ ഇനി പറ്റൂലല്ലോ. അവരുടെ മെല്ലെ മെല്ലെ അവരോടുണ്ടായിരുന്ന ആ സ്വർണ്ണപ്പണിക്കാരനോട് ഉണ്ടായിരുന്ന ആ ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോ പിന്നെന്താ സംഭവിക്കുക വെച്ചാല് മെല്ലെ മെല്ലെ അവര് മരണത്തിലേക്ക് എത്തിപ്പെടുന്നത്. മീൻസ് അവര് മരിക്കും. ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ആ സ്വർണ്ണപ്പണിക്കാരൻ മരിക്കുകയും ചെയ്യും. എന്താ സംഭവിച്ചു വെച്ചാല് മരിക്കുന്നതിന്റെ മുന്നേ തന്നെ ആ രാജ്ഞിക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മൾ സൗന്ദര്യം കൊണ്ടും അതേപോലെ ചില ഫിസിക്കൽ അട്രാക്ഷൻസ് കൊണ്ടും നമ്മൾ നേടിയെടുക്കുന്ന ഉണ്ടാവുന്ന ചില സ്നേഹങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ഇന്റിമസി എന്നൊക്കെ പറയല്ലോ, ആ ഇന്റിമസി മാത്രമായിരുന്നു ശരിക്കും അവരോട് ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. അപ്പോ ഓട്ടോമാറ്റിക്കലി അവർ മരിച്ച സമയത്ത് 1-2 കാര്യങ്ങൾ നമ്മളിവിടെ ഈ ഒരു കഥ പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മള് അധികം ആൾക്കാർ നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ നമുക്ക് ഇപ്പം സൈക്കോളജിക്കൽ ലവ് അല്ലെങ്കിൽ സയന്റിഫിക് ലവ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇന്റിമസി അല്ലെങ്കിൽ നമ്മളുടെ ഹോർമോൺസ് ക്രിയേഷനെ കുറിച്ചും അതേപോലെ നമ്മൾ റീപ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള സെക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ചില ആളുകളോട് സ്നേഹം തോന്നാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്നേഹത്തിലുപരി നമ്മൾ ശരിക്ക് മരണപ്പെടുന്ന രീതിയിലുള്ള ആളുകളോട് സ്നേഹം തോന്നുന്നതിന് പകരം, ഇതിൽ ശരിക്കും ഈ കഥയിലൂടെ റൂമി പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാല്, നമ്മൾ ശരിക്കും ഏതൊരു സ്നേഹത്തെയും മരിച്ചു പോകുന്ന ഒരു സ്നേഹത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം മരണമില്ലാത്ത ദൈവത്തിനോടുള്ള സ്നേഹമാണ് നമുക്ക് കൂടുതലെങ്കിൽ, ദാറ്റ് മീൻസ് ഡിവൈൻ ലവ്, നമ്മളുടെ ദൈവ സ്നേഹം കൊണ്ട് ആ ദൈവത്തിനോടുള്ള സ്നേഹം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിൽ ആ കാര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹമാണ് മറ്റുള്ള ഒരു മനുഷ്യനോട് നമുക്ക് തോന്നുന്നതെങ്കിൽ, അതിപ്പം ഭാര്യാഭർത്തൃ ബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ഒരിക്കലും അതിനൊരു മരണം ഉണ്ടാവില്ല. കാരണം ആർക്ക് എന്ത് അസുഖങ്ങളോ പ്രശ്നങ്ങളോ നമുക്ക് വന്നു കഴിഞ്ഞാൽ പോലും ആ ഡിവൈൻ ലവ്, നമ്മളുടെ ആ ദൈവസ്നേഹം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അതിലിങ്ങനെ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. ദാറ്റ് മീൻസ് നമ്മൾ സ്പിരിച്വൽ ലവോട് കൂടിയിട്ടാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏത് സ്നേഹത്തെയും നോക്കിക്കാണുന്നതെങ്കിൽ, മീൻസ് നമ്മൾ ഇപ്പം കുടുംബ ബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഏതിനെയും നമുക്ക് ആ ഒരു രീതിയിൽ സ്പിരിച്വലി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സ്നേഹം ഒരിക്കലും മരിക്കൂല. ദാറ്റ് മീൻസ് ആ ഡിവിനിറ്റി അല്ലെങ്കിൽ ആ ദൈവം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പഠിച്ചോൻ ഒരിക്കലും നമുക്ക് മരണമടയാത്ത സ്നേഹം നിലനിർത്തി തരുന്ന ഒരു സംഭവമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഈ റൂമിനെ കുറിച്ചൊക്കെ പറയുന്ന റൂമിനെ നമ്മുടെ ഒരു സൂഫി സെയിന്റ് ആണ്, ഒരു വര്യനാണ്. അപ്പൊ അത്രത്തോളം ജലാലുദ്ദീൻ റൂമി എന്നാണ് പേര്. ആരെങ്കിലും ആ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ആ ബുക്ക് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഏത് സ്നേഹത്തെ കുറിച്ച് നമ്മൾ ഒരു സ്നേഹം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനെയും സ്പിരിച്വലി എന്താ മുർഷിദ? ഇംഗ്ലീഷ് വേർഷൻ ആണോ പുസ്തകം? അല്ലല്ല, മലയാളം വേർഷനാണ്. മസ്നബി എന്നാണ് ഇതിന്റെ പേര്. ആ കഥ കേട്ടപ്പോ വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ്. ഓക്കെ. അല്ല ഞാൻ പറഞ്ഞ രീതിയിൽ
മാത്രമല്ല നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും കുറച്ചും കൂടെ ഒരു എന്താ ഭയങ്കര ഒരു സ്റ്റോറി മാത്രമല്ല കേട്ടോ അതിലുള്ളത്, ഒരുപാട് കഥകളുണ്ട് അതിൽ. സത്യം പറഞ്ഞാല് നമ്മളെ ഈ പ്രവാചകന്മാരൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു അനുരാഗം ഉണ്ടല്ലോ, ഒരു 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 സ്നേഹം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവര് ദുനിയാവിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം മാത്രമല്ലായിരുന്നു. മീൻസ് ആ പടച്ചോനോടുള്ള അല്ലെങ്കിൽ നമ്മൾ ആ ഡിവൈൻ ലവ് ഇങ്ങോട്ട് വർദ്ധിക്കുന്ന സമയത്ത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊരു ഗൈഡൻസും സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളെങ്ങനെ എന്തോ ഒന്ന് നമ്മളെങ്ങനെ സഹായിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഉള്ള കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ദൈവത്തിനോടുള്ള ഒരു സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ എന്തൊരു പ്രവൃത്തി നമ്മൾ തുടങ്ങുകയാണെങ്കിലും, എന്തൊരു കരിയർ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതിന്റെ ഉള്ളിൽ നമ്മളിപ്പം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒക്കെ പേർപ്പസ് എന്ന് പറയില്ല. നമ്മളെ കുടുംബം നോക്കണം, നമ്മളെ കാര്യങ്ങൾ കൊണ്ട് നടക്കണം എന്നുള്ളതിലുപരി ആ സൃഷ്ടിച്ചെടുക്കുന്ന വരുമാനം കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഒരു സഹായമായിട്ട് മാറാൻ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്പിരിച്വൽ ലവ് ആയിട്ട് കണക്റ്റഡ് ആയി, ഡിവൈൻ ലവ് ആയിട്ട് കണക്റ്റഡ് ആയി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ഐഡിയകളും, സംസാരിക്കാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിങ്ങനെ മനസ്സിലേക്ക് ഒഴുകി വരുന്ന ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്ന സംഭവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതേപോലെ ഒരു ചെറിയൊരു കഥ ഉണ്ട്. കഥ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഒരിക്കലും ഒരു ചെറിയൊരു കുട്ടി സ്കൂളിലേക്ക് നടന്നു പോവാണ്. കയ്യില് ചെറിയൊരു ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ടാണ് നടന്നു പോണത്. അപ്പൊ പെട്ടെന്ന് ഒരു കള്ളനായിട്ടുള്ള ഒരാള്, കാരണം കള്ളൻ മീൻസ് ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ കൊണ്ട് കള്ളനായിട്ടുള്ള ആളാണ്. പെട്ടെന്ന് ആ ആള് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ടിഫിൻ ബോക്സ്, നമ്മളെ ഭക്ഷണപാത്രം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തട്ടിപ്പറിച്ചിട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. ഓടുന്നല്ല, കുറച്ച് മുന്നോട്ട് പോയിട്ട് ആൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ നോക്കി, ഭക്ഷണപാത്രമാണല്ലോ എടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ഇയാള് ഭക്ഷണം അവിടെ നിന്ന് തന്നെ കുറച്ച് അടുത്ത് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ആളുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കുക ആ ആളെ. അപ്പൊ ആ ആളെങ്ങനെ നോക്കിയിരുന്നിട്ട് കുറച്ചു നേരം ആള് ഭക്ഷണം കഴിച്ച് കഴിയുന്ന വരെ വെയിറ്റ് ചെയ്ത്. എന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സമയത്ത് ആ കുട്ടി ചോദിക്കുകയാണ്, ഇത്രയും വലിയ വയറിലേക്ക് ഇത്ര ഭക്ഷണം മാത്രം മതിയോ? നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ ഭക്ഷണം വേണോ? എന്റെ ബാഗിൽ കുറച്ചും കൂടെ ഭക്ഷണം ഉണ്ട്. അപ്പൊ ഇത് കേട്ട സമയത്ത് ആ മനുഷ്യൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, എനിക്ക് ആ പാത്രങ്ങൾ തിരിച്ചു തരണേ, അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തുമ്പോ അമ്മ എന്നോട് ചോദിക്കും ആ പാത്രം ഇവിടെ പോയി. അപ്പൊ ഞാൻ ഒരാള് കളവ് ചില കട്ടെടുത്തതാണെന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. പക്ഷെ അതെനിക്ക് പറയണമെന്നില്ല, നിങ്ങൾ ആ പാത്രം എനിക്ക് തിരിച്ചു തരണേ എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് ഇനിയും നിങ്ങൾക്ക് ഭക്ഷണമാണോ? കട്ടെടുത്ത് ഒരാളുടെ കയ്യിൽ ഒറ്റിപ്പറിച്ച് പോയിട്ടുള്ള ഒരാളാണ് തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇനിയും ഭക്ഷണം വേണോന്ന് ഇങ്ങോട്ട് ചോദിക്കുക. അത് കേട്ട സമയത്ത് ആ കള്ളന് ശരിക്കും കണ്ണീര്, മീൻസ് കണ്ണെന്ന് അത്രയും വിഷമിച്ചുകൊണ്ട് ഓടിപ്പോവാണ്. അപ്പൊ ആ കഥയിൽ എന്താ പറയുന്ന വെച്ചാല്, നമുക്ക് അകക്കണ്ണ് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കാന്ന് പറയില്ലേ, ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യന്മാർ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഈ ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങൾ കണക്ട് ചെയ്യാതെ ലോജിക്കൽ കാര്യങ്ങൾ മാത്രം കണക്ട് ചെയ്തു പോകുന്ന മനുഷ്യന്മാരുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന ആൾക്കാർ, ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യന്മാർ എന്ന് പറയുന്ന സമയത്ത് ഏതൊരു സമയത്തും മറ്റുള്ള മനുഷ്യന്മാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അത് സ്വന്തം ബുദ്ധിമുട്ട് പോലെ കണക്കിലെടുക്കുകയും അവരെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. സംഭവം എന്താ വെച്ചാല്, നമ്മൾ ഏത് മനുഷ്യന്മാരാണെങ്കിലും സ്നേഹം എന്ന് പറയുന്ന സമയത്ത്, ഇപ്പൊ ഭാര്യനോടായിക്കോട്ടെ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ തുടങ്ങിയിട്ടുള്ള ആളുകൾ, നമ്മുടെ സഹോദരന്മാർ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇപ്പം ടീച്ചേഴ്സ്, മെന്റേഴ്സ്, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മനുഷ്യന്മാരോടും നമ്മൾ കരുണയോട് കൂടിയിട്ടുള്ള ഒരു സ്നേഹമാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലാണെങ്കിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ ആ ചോറ്റുപാത്രം തട്ടിപ്പറിച്ചപ്പോഴേക്ക് ഭയങ്കര ഒച്ച ഉണ്ടാക്കുകയും കള്ളൻ എന്നൊക്കെ പറയാം. ആ കുട്ടി അതൊന്നും ചെയ്യുന്നില്ല. ആ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, ഒരാൾ ഭക്ഷണം എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ മറ്റുള്ള ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കൊണ്ടൊരു തീരുമാനം എടുക്കാൻ
കുട്ടിയുടെ മനസ്സിൽ പോലും ആ ഒരു എംപതറ്റിക് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് നമ്മളും ഏതൊരു സാഹചര്യത്തിലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയോ ചെയ്യുന്നതിന് പകരം രണ്ടാമതൊന്നും കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ മുന്നിൽ നിൽക്കുന്ന ആളുടെ, നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ആളുടെ സാഹചര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു ആക്ഷൻ എടുക്കാൻ തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഒരു സെക്കൻഡ് തോട്ട് കൊടുക്കാം. ഫസ്റ്റ് വരുന്ന തോട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന ഫസ്റ്റ് തോട്ടിന് അനുസരിച്ച് ആക്ഷൻ എടുക്കുന്നതിന് പകരം ഒന്നും കൂടെ ഒരു രണ്ടാമത്തെ ഒരു ചിന്തയും കൂടെ കൊടുത്തിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ ഇമോഷണൽ ബാലൻസിങ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വളർത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതിനിപ്പം ഇങ്ങനെ ഇമോഷണൽ ബാലൻസ് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു യുണീക്നെസ് വർക്ക്ഷോപ്പ് നെക്സ്റ്റ് ഇപ്പം 9-ാം തീയതി മറ്റന്നാള് അടുത്ത 15ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. മിസ്റ്റങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്പർ ഒന്ന് താഴെ കൊടുത്തേക്കിട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് ഒരു 1-2 കഥകളിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ള ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്നേഹം കാഴ്ചവെക്കുന്നതിന് പകരം ഇമോഷണലി കണക്ട് ചെയ്തുകൊണ്ട് കരുണയോട് കൂടിയിട്ട് നമ്മളൊരു ഡിവൈൻ ലവ്, ഒരു സ്പിരിച്വൽ ലവോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോന്നിനെയും നോക്കിക്കാണുന്നതെങ്കിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ള മെസ്സേജ് ആണ് ഈ സെഷനിൽ ഡെലിവർ ചെയ്യാനുള്ളത്. അപ്പൊ ആർക്കെങ്കിലും ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ യാത്രയിലും കാര്യങ്ങളൊക്കെ, എനിക്കും വൈഫിന്റെ വീട്ടിലേക്കൊക്കെ പോകേണ്ടതൊക്കെ ഉണ്ട്. അപ്പോ എന്തെങ്കിലും സംശയങ്ങളോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ. സത്യൻ സാറൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. സാറേ സെഷൻ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടോ, ഇത് കുറച്ച് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്, അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ മിസ്ന, എന്തെങ്കിലും ആഡ് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടോ? നമുക്ക് ആർക്കെങ്കിലും നമ്മളുടെ പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8137023966. മറ്റന്നാൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വർക്ക്ഷോപ്പിന്റെ യുണീക്നെസ് കോഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ, കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്ന് അറിയാമെന്ന്, എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ. മിസ്ന എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതില് കണക്ട് ആയിരുന്നോ? ഞാൻ പറഞ്ഞു കൊണ്ടുവന്നപ്പോ കഥ ഇല്ലില്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഉഷാറായി പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ആ കഥയിൽ ഇങ്ങനെ കുറച്ച് സമയം സ്റ്റെക്ക് ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അതായത് എല്ലാവരും അതിനെ കുറിച്ച് ചിന്തിച്ച് എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിക്കാൻ പോകുക, ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഡിവൈൻ ലവിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്തും എനിക്ക് ഒരു റീല ഓർമ്മ വന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. മലക്കൂടായിട്ടുള്ളൊരു സംഭാഷണത്തില് പരസ്പരം പറയുന്നുണ്ട്, എന്റെ അടിമ എനിക്ക് പ്രിയപ്പെട്ടതായി കാണുന്ന എന്തോ ഒന്നിനെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതിലും മനോഹരമായിക്കൊണ്ട് ഞാൻ അവരുടെ വിഷമത്തെ പൂർത്തീകരിക്കുന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. അതാണ് ഞാൻ നേരെ കണക്റ്റഡ് ചെയ്തത്. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന, ഇനിയിപ്പോ മുസ്ലിംസ് ആവട്ടെ മുസ്ലിംസ് ആവട്ടെ, നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ, പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. യൂണിവേഴ്സൽ പവർ ആണെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗോഡ് ലൈറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നുകൂടെ അറ്റാച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്കത് വെച്ച് മുന്നോട്ട് പോവാം. അതായത് ആ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അങ്ങനത്തെ ഒരു ലൈറ്റിനോടാണ്. അതിനൊരു പ്രശ്നമല്ല, ലൈറ്റ് അല്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള എന്താ പറയുക, ഇപ്പൊ അഫ്സൽ സർ വന്നിച്ച പോലെ ഗോഡിന്റെ അടുത്ത് നിന്നുള്ള ഗൈഡിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ പവറിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ഒന്നുകൂടെ അടിപൊളിയാവും. നമ്മൾ ചെറിയ കാര്യങ്ങളിലൊന്നും വിഷമിച്ചിരിക്കാണ്ട് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ സ്റ്റോറി എനിക്ക് കണക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷാഫി ഇമാമിന്റെ സ്റ്റോറിയിൽ എങ്ങാണ്ട് ഉണ്ടല്ലോ അതുപോലെ. ഉമ്മ ഡ്രസ്സില് നാണയം പറഞ്ഞയക്കാണ് അവരെ ഏതോ ഒരു രാജ്യത്തേക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട്. അപ്പൊ വഴിയുന്ന ഇതുപോലെ കള്ളന്മാരെ കണ്ടുമുട്ടുന്നു. അപ്പൊ കള്ളന്മാരെടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് എന്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്ന് അങ്ങോട്ട് പറയാണ്. അപ്പൊ ഈ കള്ളന്മാരെ പോലും അത്ഭുതപ്പെടുകയാണ്, ഓ ഇങ്ങനെ എന്തിനാണ് പറഞ്ഞത്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ആരടുത്തും കള്ളം പറയരുത് എന്നില്ല. ഷാഫി ഇമാം എന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ, കറക്റ്റ് അറിയില്ല. ചിലപ്പോൾ തിരുത്തുണ്ടെങ്കിൽ ആർക്കും തിരുത്താട്ടോ. അത് രണ്ടുമാണ് എനിക്ക് കണക്ട് ആയി വന്ന സ്റ്റോറീസ്. നല്ല സെഷൻ തന്നെയായിരുന്നു. പലർക്കും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതുപോലെ ചില സ്റ്റോറീസ് ഓർമ്മ വന്നവരുണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാനുണ്ടോ? പിന്നെ നമ്മളെ നെക്സ്റ്റ് വർക്ക്ഷോപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഫ്രീ ക്ലാസ്സിൽ നടക്കുന്നൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മളെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, സ്പിരിച്വാലിറ്റി ഇതിലൊക്കെ ഒരു അപ്ഗ്രേഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. നമ്മളെ ചില സ്റ്റുഡൻസ് കൂടി ഇരിക്കുന്നത് കാണുന്നുണ്ട്, സത്യൻ സർ, ജൂരാമ,
എന്തായാലും ആഗ്രഹമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സർ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 15th ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഷാല്ലാ ചൊവ്വാഴ്ച ജൂൺ 9-ാം തീയതി. ഇനി ഫീഡ്ബാക്ക് എന്തെങ്കിലും അറിയിക്കാനുള്ളവരുണ്ടോ? നമ്മൾ ഇന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാന്ന് കരുതിയിട്ടാണ്. പെരുന്നാളിന്റെ വിഷയമൊക്കെ അല്ലേ എല്ലാവരും. ഫസലും സർ ആരെങ്കിലും എന്തെങ്കിലും അറിയിക്കാനുള്ളതുണ്ടോ? ഉള്ള ആ ഒരു സ്റ്റോറിയെ പെട്ടെന്ന് കണക്ട് ആയത് ആ കുട്ടിയുടെ കഥ പറഞ്ഞപ്പോഴേ ഷാഫി ഇമാമിന്റെ കഥയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ച അതാവും പറയേണ്ടത് എന്ന്. അതേപോലത്തെ സ്റ്റോറി തന്നെയാവുക. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഏതൊരു PM ഗഫൂർ സാറിന്റെ ഏതൊരു സ്പീച്ചിൽ കേട്ടതാണ് ഈ ഒരു സ്റ്റോറി. ഉം. അല്ല, സാറ് ചിലപ്പം ഏതോ സ്റ്റോറി ചെറിയ ചേഞ്ച് വരുത്തിയതായിരിക്കാം. ഷാഫി ഇമാമിന്റെ story ആയിരിക്കാം, ചിലപ്പോ അറിയില്ല. എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുള്ളവരുണ്ടോ? ഇല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്ന് സെഷന്. സാറിനും കുറച്ച് ബിസി ഉണ്ട്, പിന്നെ എല്ലാവരും ബിസിയിലായിരിക്കുമല്ലോ പെരുന്നാളിലെയും കാര്യങ്ങളിലൊക്കെ ആവുമ്പോൾ. ഓരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരുന്നു. കണക്ട് ആയിട്ടുണ്ടോന്നില്ല. ജാഫർ സർ ലെഫ്റ്റ് ആയോ? അവരുടെ ലാസ്റ്റ് ആ ജാഫർ സാർ പോയി. ഫസൽ സർ ഒരു ദേവകൃഷ്ണ എന്നുള്ള ആളെ കാണുന്നുണ്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ സർ? റയാൻ മുഹമ്മദ്, സുഹറാമ, സത്യൻ സർ ഞാൻ ചോദിക്കാത്ത ആളെ ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്യുക. അപ്പോഴേക്കും ഏകദേശം സെഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിലിപ്പോ ഉള്ള എല്ലാവരും അധികം ആൾക്കാരും ലാസ്റ്റിലേക്ക് ജോയിൻ ചെയ്തവരാ. ഫുള്ള് സ്റ്റോറി കേട്ടിട്ടുണ്ടാവില്ല, സ്റ്റോറി മോഡിൽ പോയതായതുകൊണ്ട്. ഓക്കെ ഓക്കെ. ഏതായാലും ഇങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഏതായാലും താങ്ക് യു സോ മച്ച് അഗെയിൻ. ഇതും പറക്ക്. എൻജോയ് എവരി വൺ. താങ്ക് യു. ഗുഡ് നൈറ്റ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു ജോയിൻ ചെയ്തവരടുത്തൊക്കെ. നിങ്ങൾ ഏറ്റവും നല്ല അടിപൊളി മനുഷ്യനായതുകൊണ്ടാണെന്ന് കുറേ ബിസിയിലുണ്ടായിട്ടും നിങ്ങൾ സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ സക്സസ് ആവാൻ നിങ്ങൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഉഷാറായി തന്നെ പോവാം. അപ്പൊ നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അഗൈൻ താങ്ക് യു ആൾ.